ഒരു ഫേസ് ഔട്ട്ലൈൻ ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ടോവിനോയുടെ ഒരു ഫോട്ടോ ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വരയ്ക്കാൻ വേണ്ടി നമുക്കൊരു ആപ്പ് ആവശ്യമുണ്ട്. ആ ആപ്പ് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഗ്രിഡ് മേക്കർ എന്നോ ഡ്രോയിങ് ഗ്രിഡ് മേക്കർ എന്നോ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് അവിടെ വരുന്നതായിരിക്കും. ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരയ്ക്കുന്നത്. അതിൽ ആ കാണുന്ന ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഗ്യാലറിയിലേക്ക് ആയിരിക്കും അത് ഓപ്പൺ ആവുക. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ടോവിനോയുടെ ഫോട്ടോ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ആ ഫോട്ടോ പിന്നെ മുമ്പിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ആ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇനി മുകളിൽ കാണുന്ന ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെ ലൈൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ 5 എന്നാണ് കിടക്കുന്നത്. ഞാനത് മാറ്റി 9 എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈൻസ് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 9 എന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് SQ എന്ന് കാണുന്ന ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വരയ്ക്കാനുള്ളൊരു ബോക്സ് നമുക്ക് കറക്റ്റായിട്ട് അത് തന്നെ ഈക്വലായിട്ട് നമുക്ക് എടുത്തു തരും. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന BW എന്നിരിക്കുന്ന ഓപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പം ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യുന്ന കറക്റ്റ് ഭാഗങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമ്മളൊരു A4 ഷീറ്റ് എടുക്കുക. A4 ഷീറ്റിലേക്ക് നമ്മൾ ഇതുപോലെ ബോക്സ് വരയ്ക്കുക. ഇപ്പോൾ ഒരു ബോക്സിൻ്റെ അളവ് ഞാൻ 2 cm ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എടുത്തിട്ട് റൈറ്റ് സൈഡിലേക്ക് 8 ബോക്സും താഴേക്ക് 9 ബോക്സാണ് വരുന്നത്. അപ്പം 2 സെൻറ്റിമീറ്റർ വെച്ച് റൈറ്റ് സൈഡിലേക്ക് 8 ബോക്സും താഴേക്ക് 9 ബോക്സും വരയ്ക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ റൈറ്റ് ബോക്സ് വരച്ചേക്കാണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ വെച്ച് റൈറ്റ് സൈഡിലേക്ക് 8 ബോക്സും താഴേക്ക് 9 ബോക്സും വരച്ചിട്ടുണ്ട്. ഇപ്പോൾ പേപ്പർ എടുത്ത് വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിന് നമുക്ക് പിന്നീട് ഈ കോളങ്ങൾ ബോക്സൊക്കെ മായ്ച്ച് കളയാനുള്ളതാണ്. അപ്പോൾ ഒത്തിരി ഡാർക്കായിട്ട് വരച്ചാൽ നമുക്ക് മായ്ക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. ഇപ്പോൾ ലെഡ് പെൻസിലെല്ലാം ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി നമുക്ക് വരയ്ക്കാനുള്ള ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പോൾ അതിൽ ഫോട്ടോയിലുള്ള ബോക്സും നമ്മൾ വരച്ചേക്കുന്ന പേപ്പറിലെ ബോക്സും തമ്മിൽ കമ്പയർ ചെയ്യുക. അതായത് ഇപ്പം ആ ഒരു ബോക്സിൽ ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന ബോക്സിൽ പടത്തിൽ കാണുന്നത് ടോമിയുടെ ആ മുടിയുടെ ആ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ബോക്സിൽ വരയ്ക്കേണ്ടത് ആ മുടിയുടെ ആ ഭാഗം മാത്രമായിരിക്കും. അതുപോലെ ഓരോ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് അതേപടി എടുത്ത് മനസ്സിലാക്കി നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പം ഈ ബോക്സിൽ ടോമിയുടെ ഒരു കണ്ണിൻ്റെ ഒരു ഭാഗം മാത്രമേ വരുന്നുള്ളൂ. അപ്പം കണ്ണിൻ്റെ ആ ഭാഗം മാത്രം നമ്മൾ ആ ബോക്സിൽ വരയ്ക്കുക. അപ്പോൾ അടുത്ത ബോക്സിൽ മൂക്കായിരിക്കും. അപ്പോൾ മൂക്കിൻ്റെ ആ ഭാഗം വരയ്ക്കുക. പിന്നെ ചെവി വരയ്ക്കുക. അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ വരച്ചെടുത്ത് കഴിയുമ്പോൾ ടോട്ടൽ നമുക്ക് അതിൻ്റെ ഔട്ട്ലൈൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഏത് ഫോട്ടോ ആണെങ്കിലും ഞാൻ വരച്ചെടുക്കാൻ സാധിക്കും.